ആരാ? ആന്റി ഉണ്ടോ? 1 മിനിറ്റ്. Okay. മമ്മി, എന്തറിയാമോളോ ലൈറ്റ് ഇടാന്? ഞാൻ ചെന്നൈയിലെ മേക്കിയ. കം ഇൻസൈഡ്. ഓക്കെ. ഇന്ന് അറ്റാക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത എന്റെ മുത്തശ്ശനാ. ഇവിടെ വേറൊരു ആന്റി ഇല്ലേ, കുറച്ച് ഏജ് ആയൊരു? എന്റെ മദറ. ഇപ്പൊ മുത്തശ്ശൻ എങ്ങനെയുണ്ട്? ഒബ്സർവേഷനിലാ. 24 hours കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റും. മമ്മ, മമ്മ, മോളിലത്തെ ഫ്ലാറ്റിലെ മേഘ വന്നിരിക്കുന്നു. എന്താ മോളെ? ഞങ്ങൾ ICU ഇറങ്ങിയപ്പോ ആന്റി അവിടെ എല്ലാം നോക്കി. ഞാൻ എങ്ങനെയുണ്ട്? കോൺഷ്യസ് ആണോ? ഡോക്ടേഴ്സ് അങ്ങനെ തീർത്തൊന്നും പറഞ്ഞിട്ടില്ല. അവര് ട്രൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് അറ്റാക്ക് അല്ലേ ആന്റി? അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത്. താങ്ക്സ് എ ലോട്ട്. ഇത് തരാനാണോ മോള് ധൃതി വെച്ച് ഇങ്ങോട്ട് പോകുന്നത്? അല്ല ആന്റി, അവിടെ ഡ്യൂട്ടി നഴ്സിന്റെ അടുത്ത് നമ്മള് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. രാത്രി അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അവരെ വിളിച്ചോളും. ശരി ആന്റി, ബൈ. ഗുഡ് നൈറ്റ് ചേച്ചി. ഗുഡ് നൈറ്റ്. മോളെ, എന്താ ആന്റി? മോളുടെ ഡാഡി എവിടെയാ? ഷാർജയിലാ. എനിക്ക് ഒന്നുള്ള വരാൻ പറ്റുന്ന. 2 മാസം മുമ്പ് ഇതുപോലെ അറ്റാക്ക് വന്നപ്പോ ഡാഡി വന്നു പോയതാ. അന്ന് പിന്നെ മുത്തശ്ശൻ നാട്ടിലായിരുന്നു. അത് പറഞ്ഞപ്പോഴാ അമ്മ ചോദിച്ചായിരുന്നു ആന്റി എങ്ങനെ ഞങ്ങളുടെ വീട്ടുപേരും പേരൊക്കെ അറിഞ്ഞെന്ന്. അത് എന്താ മമ്മ ഇവിടെ സംസാരിക്കുന്നത്? മോളുടെ ഹസ്ബൻഡാ. ഹലോ, ഹായ്. ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂട്ടിൽ അടിച്ചുറപ്പിച്ച് പോകുന്നത്. വാട്ട് ആർ യു ഡൂയിങ്? 12th ലാ. അപ്പൊ പിന്നെ ചെത്തി നടക്കേണ്ട പ്രായമാ. അമ്മ അവിടെ തനിച്ചേ ഉള്ളൂ. ഞാൻ പോവാ. ബൈ. ബൈ ആന്റി. ബൈ. ഇതങ്ങ് കഴിച്ചേ. കഴിഞ്ഞ് കഴിക്കുന്നതല്ലേ, തന്നല്ലേ ഇതെല്ലാം. ആണോ? അപ്പൊ ഞാൻ എന്റെ മരുന്നൊക്കെ കഴിച്ചോ? തനിക്കെന്താ ഇത്ര സംശയം? ആർക്കറിയാം. ഈ ലൈറ്റ് ഓഫ് ചെയ്തേക്കട്ടെ. എന്താടോ, എന്താ പറ്റിയ? പതിവുകളൊക്കെ തെറ്റിച്ചല്ലേ? പ്രാർത്ഥിച്ചില്ല, ഗുഡ് നൈറ്റ് പറഞ്ഞില്ല, ഉമ്മ തന്നില്ല. എന്താടോ, ഇതാണെങ്കിലും പറഞ്ഞൂടെ? പറയാതെങ്ങനാ? അറ്റാക്ക് വന്നത് അച്ഛനാ. അതാരാ? അച്യുതമേനോനോ? ലിഫ്റ്റിൽ എന്നെ കണ്ട് കുഴഞ്ഞു വീഴായിരുന്നു. എന്റെ മടിയിൽ കിടന്ന് 40-40 വർഷം കഴിഞ്ഞ് പെട്ടെന്ന് കണ്ടപ്പോ ഉണ്ടായ ഷോക്കായിരിക്കും. എന്താ വെള്ളം? ഇനി എന്തെങ്കിലും കാണേണ്ടി വന്ന എങ്ങനെയായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഒരിക്കലും കാണില്ല എന്ന് കരുതി എന്റെ പ്രാർത്ഥനയും അങ്ങനെയായിരുന്നു. പക്ഷേ അതിങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് ഡിവോഴ്സോടെ ലീഗലി അയാളിപ്പോ തൻ്റെ ആരുമല്ല. അതാദ്യം പറഞ്ഞുറപ്പിക്കേ. പിന്നെ ജന്മബന്ധത്തെക്കാൾ വലുതാ കർമ്മബന്ധം. മകൻ അമ്മയെ വേണ്ടെന്ന് പറയുമ്പോ പിന്നെ എന്ത് ബന്ധമാ? കിടക്കാം.
പറയാൻ എളുപ്പമാ, എനിക്കറിയാം. മറക്കാൻ ശ്രമിക്കുന്നതാ കൂടുതൽ ആഴത്തിൽ പതിയുന്നത്. പ്രാർത്ഥിച്ചില്ല യൂതന്മാരുടെ രാജാവായ നസ്രയക്കാരൻ ഈശോയെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അപകടങ്ങളിലും അസുഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും പൈശാചിക ബാധയിൽ നിന്നും ദുഷ്ടചിന്തകളിൽ നിന്നും ദുശ്ചര്യങ്ങളിൽ നിന്നും എന്നെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ബൈബിളിൽ തൊട്ട് സത്യം ചെയ്ത് പറയണം. എന്റെ പൊന്നു മോളെ, ആദ്യ രാത്രി തന്നെ എന്നെ കുമ്പസാരിപ്പിച്ച് മതം മാറ്റണോ? അവരവർക്ക് അവരവരുടെ മതവും വിശ്വാസവും. നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ മറന്നോ? മറന്നിട്ടൊന്നുമില്ല. ഇതെന്റെ വിശ്വാസത്തിന്. കൈക്കുമേലെ കൈവയ്ക്ക്. ഭർത്താക്കന്മാരെ തങ്ങളുടെ ഭാര്യമാരെ പറ. ഭർത്താക്കന്മാരെ തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. അതെ, ഒരു സംശയം ചോദിക്കട്ടെ. നമ്മൾ ഈ ഒളിച്ചോടി നാട്ടുകാരെ വീട്ടുകാരെയൊക്കെ പിണക്കി രണ്ട് മതത്തിൽ നിന്നുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കണേന് ഈ ബൈബിളിൽ കുഴപ്പമൊന്നുമില്ലേ? കൈ എവിടെ വെക്ക്. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇരുവരും ഒരു ദേഹമായി തീരും, ഈ മർമ്മം വലിയത്. ഇരുവരും ഒരു ദേഹമായി തീരും, ഈ മർമ്മം വലിയത്. ഈ പറഞ്ഞ മർമ്മം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അതിന് ഈ ലൈറ്റ് ആവശ്യമില്ല.